വളരെ എളുപ്പത്തിൽ നമുക്കൊരു ആവിപ്പത്തിരി ഉണ്ടാക്കിയെടുത്താലോ. പണ്ട് കാലത്തൊക്കെ ഉള്ള ആളുകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന, എന്നിട്ട് ഇങ്ങനെ കഷ്ണം പോലെ മുറിച്ചൊക്കെ എടുക്കുന്ന ഒരു ആവിപ്പത്തിരി ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ അത് പൊരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, അതും അതുപോലെ തന്നെ ഒരു ഇത്തിരി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 വെളുത്തുള്ളി എടുത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 5-8 ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കൊരു കുറച്ച് കറിവേപ്പില നിങ്ങൾ എന്തോരം ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതുപോലെ ഒന്ന് ചതച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് നമ്മുടെ പാനിലേക്ക് ഒരു ഇത്തിരി എണ്ണ എടുത്തൊഴിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഐറ്റംസൊക്കെ ഇതുപോലെ ഒന്നങ്ങോട്ട് കൂട്ടുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് കൊട്ടിയിട്ടതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തോരം വെള്ളം, പൊടിയുടെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അളവ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്തോരാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഞാൻ അളവ് 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിയുടെ അളവ് പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങൾ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ച് തുടങ്ങുമ്പം തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് വറുത്ത അരിപ്പൊടി കണ്ടിട്ടേക്കുന്നത്. നമ്മൾ ആ ഒരു പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ, ആ ഒരു അരിപ്പൊടി. 1.5 കപ്പ് അരിപ്പൊടിയും 1 ഗ്ലാസ് റവയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു തവിയുടെ ബാക്കൊക്കെ വെച്ചിട്ട് പയ്യൊന്ന് എള്ളിട്ട് കൊടുക്കാം. ഇതിനിപ്പം നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഇത്തിരി എള്ളിട്ട് കൊടുക്കാം. കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എള്ളും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ പൊടി ഒന്ന് കിണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് കിണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പം ആ ഒരു പൊടി ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം തീ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം കയ്യിൽ ഇത്തിരി എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു പൊടി ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ആ പത്തിരിക്കൊക്കെ പുരട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 പാർട്സായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി നമുക്ക് പൊരിക്കാനായിട്ട് എടുക്കാം, ബാക്കി നമുക്ക് ആവിയിൽ വേവിക്കാനായിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പത്തിരി തവയിലേക്ക് ഇതുപോലെ എടുത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഇതുപോലെ ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾ ഇനിയിപ്പം ഇതില്ല, ചപ്പാത്തി കോലില്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരന്ന് കിട്ടും. പിന്നെ ഗ്ലാസ് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഇട്ട് കൊടുക്കാം. ഇതുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നൈസായിട്ട് നിങ്ങളത് പരത്തരുത്. ഇത്രയും കട്ടിക്ക് കിട്ടാവുന്ന രീതിയിൽ വേണം അത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഇത്രയും കട്ടിയാണ് നമുക്ക് വേണം കേട്ടോ. അങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്താ ഒന്നും പറയാനില്ല, നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഞാനിപ്പോൾ ഇതെടുത്ത് പൊരിച്ച് വരിട്ടുണ്ട്. ഒരുപാട് പൊരിച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രം, കുട്ടികൾ സ്കൂളിൽ തന്നെ ടൈം ആയതുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരിത്തിരി ഒരു 5-8 അതുപോലെ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ച് കോരിയിട്ടുണ്ടെങ്കിൽ തീരണ വഴി അറിയത്തില്ല. അപ്പോൾ പൊരിച്ച് കോരിയതൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ഞാൻ പകുതിയുള്ളത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടില്ല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പകുതി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ഷേപ്പൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് നടന്നിരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവിത്തട്ടിലേക്ക് വേവിക്കാനായിട്ട് ഒരു ചെറിയൊരു ഉരുളിയല്ലോ, ഒരു ചെരുവോ ഇതിലേക്ക് വിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അരിപ്പയിലേക്ക് ഇത്തിരി വാഴയില അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ആ വാഴയിലയുടെ ആ ഒരു ആവി കൂടെ തട്ടി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ വാഴയിലയുടെ ഒരു മണം കൂടെ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വാരിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വാഴയില മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ മുകളിലേക്ക് ഒരു അടുപ്പ് വെച്ച് കൊടുക്കുമ്പം ആ അടപ്പിൽ നിന്നുള്ള വെള്ളം ചാടാതിരിക്കാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ആവിയിൽ വേവിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വാഴയിലയുടെ മണമൊക്കെ കൂടി ആ ഒരു ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണമാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ ഉള്ള ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ആവിയിൽ വേവിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കഷ്ണം പോലെ ഇങ്ങനെ പീസ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം. അപ്പം നല്ലൊരു വീഡിയോ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോ ഫ്രണ്ട്സ് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. പിന്നെ നല്ലൊരു വീണ്ടും കാണാം. ബൈ.